ഹായ് ഓൾ, എല്ലാവർക്കും കേരള PSCയുടെ ഡിഗ്രി ലെവൽ മെയിൻ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഏകദേശം ഒരു 5ഓളം സെക്ഷനുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കാണാത്തവർ ആദ്യം ആ ക്ലാസ് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ 3 സെക്ഷനുകളാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 22, 23, 24. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. BSCയുടെ സെക്ഷൻ 22 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറ്റസമ്മതം എപ്പോഴാണ് ഇൻവാലിഡ് ആകുന്നതെന്ന്, അതായത് അത് സ്വീകാര്യമല്ലാതെ ആകുന്നത് എപ്പോഴെല്ലാം ആണെന്നാണ് സെക്ഷൻ 22 പറയുന്നത്. അപ്പോൾ എപ്പോഴെല്ലാമാണ് ഒരു കുറ്റസമ്മതം ഇൻവാലിഡ് ആകുന്നതെന്നുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാളൊരു കുറ്റസമ്മതം നടത്തുന്നത് എന്തെങ്കിലും പ്രലോഭനമോ അല്ലെങ്കിൽ ഭീഷണിയോ ബലപ്രയോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകിയോ ആണെങ്കിൽ ആ ഒരു കുറ്റസമ്മതം വാലിഡ് ആവുന്നതല്ല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്തൊക്കെയാണ്? പ്രലോഭനം, ഭീഷണി, ബലപ്രയോഗം, അതുപോലെ തന്നെ വാഗ്ദാനം. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോണം. ഇതിലേതാണ് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻവാലിഡ് ആവുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുറ്റസമ്മതം നടത്തിയ പ്രതിക്ക് എന്തെങ്കിലും താൽക്കാലിക ലാഭമോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ എന്തെങ്കിലും ഇളവോ ലഭിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ മൂലം, അല്ലേ, അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ആ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇൻവാലിഡ് ആവുന്നതാണ്. ഇപ്പോൾ 2 കണ്ടീഷനിലാണ് ഒരു കുറ്റസമ്മതം ഇൻവാലിഡ് ആവുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് പ്രലോഭനം, ഭീഷണി, ബലപ്രയോഗം അല്ലെങ്കിൽ വാഗ്ദാനം മൂലമാണ് കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ അത് വാലിഡ് ആവുന്നതല്ല. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റസമ്മതം നടത്തിയ ആൾക്ക് എന്തെങ്കിലും താൽക്കാലിക ലാഭമോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ എന്തെങ്കിലും ഇളവോ കിട്ടുമോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലം നടത്തുകയാണെങ്കിൽ അതും ഇൻവാലിഡ് ആവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബലപ്രയോഗം എന്ന് പറയുന്ന ഒരു ടേം അത് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ഇല്ലായിരുന്നു. BSA കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തൊരു പോയിൻ്റാണ് ഇത് ബലപ്രയോഗം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്നെടുത്ത് കാണുക. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ ഇല്ലാതെ BSA രൂപീകരിച്ചപ്പോൾ കൊണ്ടുവന്ന വാക്കാണ് ബലപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 23 ആണ്. അപ്പോൾ സെക്ഷൻ 23 എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരുപാട് കസ്റ്റഡി മരണങ്ങളും അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള മർദ്ദനവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ സെക്ഷൻ 23 ക്ലോസ് 1 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഒരാൾ പോലീസിനോട് നേരിട്ട് പറയുന്ന കുറ്റസമ്മതം അത് അയാൾക്കെതിരെ കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് വ്യക്തമാക്കുന്ന വകുപ്പാണ് സെക്ഷൻ 23 ക്ലോസ് 1 എന്ന് പറയുന്നത്. ഒന്നുമില്ല സംഭവം, നമ്മൾ ആ ദൃശ്യ സിനിമ ഓർത്താൽ മതി. ദൃശ്യ സിനിമയിൽ മോഹൻലാൽ പോലീസുകാരോട് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. പക്ഷേ കോടതി ചെല്ലുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് പറയുന്ന ആ ഒരു കുറ്റസമ്മതത്തിന് വാലിഡിറ്റി ഇല്ല. നമ്മൾ കോടതിയിൽ എന്താണോ പറയുന്നത് അതിന് മാത്രമേ വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെക്ഷൻ 23 ക്ലോസ് 2 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നടത്തുന്ന കുറ്റസമ്മതം അതിനും കോടതിയിൽ എന്തുണ്ടാവില്ല, വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതും തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കസ്റ്റഡി വെച്ച് പറയിപ്പിക്കുന്ന എപ്പോഴും എന്തായിരിക്കും, കസ്റ്റഡി മർദ്ദനത്തിലൂടെ, അല്ലെ, പോലീസ് ബലപ്രയോഗത്തിലൂടെ ചിലപ്പോൾ ആർട്ടിഫിഷ്യലി പറയിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു യഥാർത്ഥ കുറ്റസമ്മതം ആവണമെന്നില്ല, മർദ്ദനം പേടിച്ചൊക്കെ ആൾക്കാർ സമ്മതിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കോടതിയിൽ എന്ത് ചെയ്യത്തില്ല, തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കേസിൽ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു മജിസ്ട്രേറ്റിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിലാണ് കുറ്റസമ്മതം നടത്തുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, തെളിവായിട്ട് സ്വീകരിക്കാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ മാത്രമുള്ളപ്പോൾ നടത്തുന്ന കുറ്റസമ്മതത്തിന് വാലിഡിറ്റി ഇല്ല. അതേസമയത്ത് അവിടെ ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രസൻസിലാണ് നടത്തുന്നതെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷൻ 23 ക്ലോസ് 3 ആണ്. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പല കാര്യങ്ങളും പറയും, പക്ഷേ അതിന് വാലിഡിറ്റി വേണമെങ്കിൽ അതവിടെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യപ്പെടണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ അവിടെ കൊടുത്തു, അത് പോലീസുകാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കോടതി ചെല്ലുമ്പോൾ എന്താകത്തില്ല, വാലിഡ് ആവത്തില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരാളെ കത്തിക്ക് കുത്തിയെന്ന് പറഞ്ഞിട്ട് സമ്മതം നടത്തുവാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. പക്ഷേ അതേ കുത്തിയ കത്തി പോലീസുകാർ കണ്ടെടുത്താൽ മാത്രമേ നമ്മൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തുള്ളൂ, വാലിഡിറ്റി ഉണ്ടാവത്തുള്ളൂ. വീണ്ടും നമുക്ക് ആ ദൃശ്യ സിനിമയിലോട്ട് വരാം. അപ്പോൾ അവിടെ നമുക്കറിയാം, വരുൺ പ്രഭാകറിൻ്റെ ബോഡി കിട്ടാത്തിടത്തോളം കാലം നമുക്കെന്താണ്, ജോർജ് കുട്ടിയെ കുറ്റക്കാരനായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് എത്രത്തോളം പ്രൂവ് ചെയ്യപ്പെട്ടു അതിലാണ് തെളിവിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 3 സെക്ഷൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 24 ആണ്. സെക്ഷൻ 24 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ കുറ്റത്തിന് ഒന്നിലധികം ആൾക്കാരെ കൂട്ടവിചാരണ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരാൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുറ്റസമ്മതം ബാക്കിയുള്ള കൂട്ടുപ്രതികൾക്കും ബാധകമായിട്ട് മാറും. നമുക്കൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. നിങ്ങളെല്ലാവരും CID മൂസ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഭാവനയുടെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ദിലീപ് ഐശ്വര്യ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു സീനുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ശരിക്കും ദിലീപ് ആ സമയത്ത് പോലീസ് ആയിട്ടില്ല, ജസ്റ്റ് പോലീസിൻ്റെ ടെസ്റ്റിന് പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുമായിരുന്നു, അല്ലേ.
ആ സമയത്താണ് ഇങ്ങനെയൊരു ചാൻസ് കിട്ടി ഹരിശ്രീ കേശവനെ ചേസ് ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ SI ആയിട്ടുള്ള ജഗതി ആ സമയത്ത് അവിടെ വരുമ്പോഴത്തേക്കും ഹരിശ്രീ കേശവൻ നേരെ പ്ലേറ്റ് മറിക്കുന്നുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്താണ് മോഷ്ടിക്കാൻ ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് കുറ്റസമ്മതം നടത്തുന്നുണ്ട് അല്ലേ. അപ്പം ദിലീപിന് അതിനെപ്പറ്റി അറിവോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ദിലീപിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു മോഷണം നടത്തി. അപ്പോൾ ഹരിശ്രീ കേശവൻ എന്ത് ചെയ്തു, കുറ്റസമ്മതം നടത്തി. അപ്പോൾ അയാളൊരു കൂട്ടുപ്രതിയായിട്ടുള്ള ദിലീപ് എന്ത് ചെയ്യുന്നു, കുറ്റക്കാരനാവുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കുറച്ച് പേര് ചേർന്നൊരു ക്രൈം ചെയ്തു. അപ്പോൾ അത് ഒരാളതിനകത്ത് കുറ്റസമ്മതം നടത്തി. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കൂടെയുള്ള ബാക്കിയുള്ളവർ എതിർത്തിട്ടും കാര്യമില്ല, അവർക്കെതിരെയുള്ള തെളിവായിട്ട് ആ കുറ്റസമ്മതം സ്വീകരിക്കാം. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ചുമ്മാ നമുക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വരുന്ന ആദ്യ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ പ്രതികളെല്ലാം തന്നെ കൂട്ടവിചാരണ അഥവാ ജോയിൻ്റ് ട്രയൽ നേരിടുന്നവരായിരിക്കണം. അതായത് ഓരോ ആൾക്കാരും സെപ്പറേറ്റ് ആണ് ട്രയൽ നേരിടുന്നതെങ്കിൽ ഈ പറയുന്ന മൊഴി അല്ലെങ്കിൽ കുറ്റസമ്മതം എന്താവത്തില്ല, വാലിഡ് ആവത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3 പേര് പ്രതികളാണെങ്കിൽ ആ 3 പേരും ചെയ്ത കുറ്റം ഒന്നായിരിക്കണം. പല കുറ്റങ്ങളാണെങ്കിൽ അവിടെയും എന്താവത്തില്ല, ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആവത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3 പേര് പ്രതികളായിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ പറയുവാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവർ 2 പേരുമാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താവില്ല, വാലിഡ് ആവില്ല. 3 പേർക്കും ഒരേപോലെ കുറ്റസമ്മതം വരണം, അല്ലെങ്കിൽ ഒരേ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള സമ്മതമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ സെക്ഷൻ വാലിഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.